നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞാൽ മന്ത്രിസഭയിലെ അടുത്ത ആൾ എന്ന വിശേഷണത്തിന് പലപ്പോഴായി അർഹനായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ് PM മുഹമ്മദ് റിയാസ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നത് തന്നെയാണ്. മാത്രവുമല്ല, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിലും താൻ വലിയ യോഗ്യനാണ്, കേമനാണ് എന്നൊക്കെയായിരുന്നു മുഹമ്മദ് റിയാസ് കരുതിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് റിയാസ് ചെയ്ത ഒരു പോസ്റ്റാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഏറ്റവും അധികം ചർച്ചയായത്. ഞങ്ങൾ വേദിയിലുണ്ട്, രാജീവ് ചന്ദ്രശേഖരൻ സദസ്സിലും എന്ന തരത്തിലുള്ള ഒരു വാർത്തയായിരുന്നു അത്. മുഹമ്മദ് റിയാസിൻ്റെ ഉള്ളിലുള്ള എല്ലാ കുരുവും പൊട്ടിയൊലിപ്പിച്ചുകൊണ്ടുള്ള വാർത്തയായിരുന്നു, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു അതെന്ന് ഏതൊരു മലയാളിക്കും മനസ്സിലാകും. തൻ്റെ ഉള്ളിലുള്ള വികാരങ്ങളും വിക്ഷോഭങ്ങളും സങ്കടങ്ങളും എല്ലാം പ്രതികാരവും എല്ലാം കൂടെ പുറത്തേക്ക് ചാടിയപ്പോൾ ഉണ്ടായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയായിരുന്നു അത്. അതിന് പ്രധാന കാരണം ഈ രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ ഉണ്ടായത് മാത്രമല്ല, തന്നെക്കാൾ ജൂനിയർ എന്ന് മുഹമ്മദ് റിയാസ് വിശ്വസിച്ചിരുന്ന പല ആളുകളും ആ വേദിയിൽ, റഹീം അടക്കമുള്ള ആളുകൾ ആ വേദിയിൽ ഇരിപ്പിടം ഒപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ മരുമകൻ, മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് എന്നീ നിലകളിൽ എന്തുകൊണ്ടും വേദിയിലിരിക്കാൻ യോഗ്യനായ താൻ സദസ്സിലേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ള ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു സങ്കടമൊക്കെയാണ് മുഹമ്മദ് റിയാസിനെ ഏറ്റവും അധികം ഭരിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇത് സംസ്ഥാന സർക്കാർ ഓർഗനൈസ് ചെയ്ത ഒരു പരിപാടി ആയിരുന്നില്ല എന്നുള്ളത് റിയാസിനെ ബോധ്യപ്പെട്ടിട്ടില്ല. കാരണം കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതി, അതിൻ്റെ ചുക്കാൻ പിടിച്ചത്, അതിൻ്റെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തത് ഒക്കെ മോദി അടക്കമുള്ള കേന്ദ്ര സർക്കാരിലെ കേന്ദ്ര ക്യാബിനറ്റ് ആയിരുന്നു. ആ പ്രോഗ്രാം ഡിസൈൻ ചെയ്തത് ആരൊക്കെ സദസ്സിൽ വേണം, ആരൊക്കെ വേദിയിൽ വേണം എന്നൊക്കെ നേരത്തെ തന്നെ ഡിസൈൻ ചെയ്തത് അദ്ദേഹമായിരുന്നു. അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ ആ വേദിയിൽ ഇടം പിടിച്ചത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാൻ മോദിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് മോദിയുടെ ഏറ്റവും വലിയ വിജയം. കാരണം വേദിയിൽ ആദ്യം എത്തേണ്ടത് അല്ലെങ്കിൽ എത്തിയത് രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതിന് ഏകദേശം 40 മിനിറ്റ് മുൻപ് വേദിയിൽ ഇരിപ്പിടത്തിൽ സ്ഥാനം പിടിച്ച ആളായി രാജീവ് ചന്ദ്രശേഖർ മാറി. അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം സദസ്സിനെ അഭിസംബോധന ചെയ്തത് PM മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ചില മന്ത്രിമാരും മറ്റ് CPM-ൻ്റെ പുങ്കവന്മാർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കുരുപൊട്ടിയ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രധാനമന്ത്രിക്ക് 40 മിനിറ്റ് അനുവദിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് വെറും 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റാണ് അനുവദിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. അതും പ്രോഗ്രാമിൻ്റെ ഭാഗമായിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. മുഖ്യമന്ത്രി കാര്യങ്ങൾ അധികം പറയേണ്ടതില്ല, ഇത് ഞങ്ങളുടെ പരിപാടിയാണ്, ഞങ്ങൾ സംസാരിച്ചു കൊള്ളാം എന്ന രീതിയിലായിരുന്നു PM നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തുകയും സംസാരിക്കുകയും ചെയ്തത് എന്നത് ശ്രദ്ധേയമാണ്. മാത്രമല്ല, അവിടെ നോക്കിയാൽ മൊത്തത്തിൽ ഒരു BJP തരംഗം ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, രാജീവ് ചന്ദ്രശേഖർ, നരേന്ദ്രമോദി, അങ്ങനെ ഒരു വലിയ നിര തന്നെ BJP-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ റിയാസിന് ഇത്തരത്തിലുള്ള ഒരു കുരു പൊട്ടിയത് എന്നത് വേണമെങ്കിൽ പറയാം. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ റിയാസിൻ്റെ ഭാര്യയായ വീണ എക്സാലോജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് നിമിഷവും അറസ്റ്റിലായേക്കാമെന്ന സൂചനകൾ നിലനിൽക്കെ ഇത്തരത്തിൽ റിയാസിനെ അവിടെ പ്രതിഷ്ഠിക്കേണ്ടതില്ല എന്ന് വേണമെങ്കിൽ നേരത്തെ തീരുമാനിച്ചിരിക്കാം. കാരണം മറ്റ് ചില മന്ത്രിമാർ അവിടെ സീറ്റ് പിടിക്കുകയും ചെയ്തു എന്നതുകൊണ്ട് തന്നെ അത്തരത്തിൽ റിയാസും ബാലഗോപാൽ ഒഴികെ ബാക്കി മിക്കവാറും മന്ത്രിമാർ, അത് വാസവൻ, സജി, അങ്ങനെ ഒരുപാട് മന്ത്രിമാർ ആ വേദിയിൽ ഉപവിഷ്ടരായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് സജിക്ക് നമ്മുടെ മുഹമ്മദ് റിയാസിന് ഏറ്റവും അധികം സങ്കടം അനുഭവപ്പെട്ടത്. എന്തായാലും ഇതൊരു വലിയ കുടുംബ വഴക്കിലേക്ക് പോകുമോ എന്നുള്ള സംശയം ഇപ്പോഴുമുണ്ട്. കാരണം ഇപ്പോഴും റിയാസിൻ്റെ ഭാര്യ വീണയും മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയും ഒക്കെ വിചാരിച്ചിരിക്കുന്നത് റിയാസിനെ അവിടെ തഴഞ്ഞത് മുഖ്യമന്ത്രിയാണ് എന്നുള്ള ചില തോന്നലുകൾ അവർക്കുണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വലിയ കുടുംബ വഴക്കിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റിയാസ് അത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത് ശരിക്കും മുഖ്യമന്ത്രിയെ കുത്തി നോവിക്കാൻ വേണ്ടി തന്നെയാണ്. നിങ്ങളുടെ മരുമകൻ ഈ സദസ്സിലിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ മറ്റ് പ്രതിഭകളെയൊക്കെ കൊണ്ട് ആടിച്ചില്ലേ, അല്ലെങ്കിൽ മറ്റ് ആളുകളെ CPM-ലെ മറ്റു നേതാക്കളെയൊക്കെ അവിടെ കൊണ്ടുവന്ന് ആടിച്ചില്ലേ എന്നുള്ള
എന്നുള്ളതായിരുന്നു ആ ഒരു വിശേഷണത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. ജോൺ ബ്രിട്ടാസ്, എ റഹീം, അങ്ങനെ ഒരുപാട് മന്ത്രിമാരല്ലാത്ത ആളുകൾ തന്നെ വിൻസെൻ്റ് പിന്നെ അവിടുത്തെ അത് വിഴിഞ്ഞം പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിൻ്റെ MLA എന്ന നിലയിൽ മാത്രമാണ് വിൻസെൻറ്റിനെ അവിടെ വേദിയിൽ ഇടം കൊടുത്തത് എന്ന് പറയാം. എന്നാൽ മറ്റു മന്ത്രിമാരൊക്കെ സദസ്സിൽ ഇരിക്കെ കുറച്ച് മന്ത്രിമാരെ മാത്രമല്ല MP-മാരെയും കൊട്ടിഘോഷിച്ചുകൊണ്ട് ആ സദസ്സിലേക്ക് ഇരുത്തിയതാണ് മുഹമ്മദ് റിയാസിനെ ശരിക്കും ചൊടിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല വിഴിഞ്ഞം റോഡിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ നടത്തിയ ഒരാൾ എന്ന നിലയ്ക്ക്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്കൊക്കെ വേദിയിൽ തനിക്ക് ഒരു സ്ഥാനം ഉണ്ടാകേണ്ടതായിരുന്നു എന്നുള്ള ഒരു ബോധ്യവും കൂടി റിയാസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കുരുപൊട്ടിയ ഒരു പോസ്റ്റ് ഈ സാമൂഹിക മാധ്യമത്തിലേക്ക് പ്രതിഷ്ഠിച്ചത് എന്ന് വേണമെങ്കിലും പറയാം.